ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ഭാഗം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കേ. അപ്പം നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് പോയാലോ? കഴിഞ്ഞ പാട്ടിൻ്റെ അവസാനത്തിൽ ലിയാങ്ങിൻ്റെ വേഷത്തിൽ വന്ന ആൾ ദുവാൻഷിനെ തട്ടിക്കൊണ്ടുവന്ന് കാണിച്ചുകൊണ്ടാണ് നിർത്തിയത്. അവനെ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് തന്നെ സീമു അങ്ങോട്ട് വന്നിട്ട്, ദുവാൻഷു, ഇപ്പോൾ നിനക്ക് എന്നെ ആവശ്യമില്ലേ? ഞാൻ എന്നെ വേണമെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താം. പകരം ഞാൻ പറയുന്ന ഡീലിൽ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ, എന്തിനാ സീമു നിനക്ക് ഇത്ര ധൃതി? നീ എന്താ വിചാരിച്ചത് അവരെ എന്നെ പിടിച്ചുകൊണ്ട് വന്നാണെന്നോ? അല്ല, ഇതൊക്കെ എൻ്റെ പ്ലാനാണ്. എന്തായാലും അവരിനി എന്താ ചെയ്യാൻ പോകുന്ന അറിയാമല്ലോ. കുറച്ചൊക്കെ എന്നെ വേദനിപ്പിക്കുമായിരിക്കും. കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് ഒക്കെ നടക്കുന്നതെന്ന് അവൻ പറഞ്ഞു. തട്ടിക്കൊണ്ട് വന്നാലും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ എന്ന സീമുവും പറയും. ഈ സമയത്ത് അസിസ്റ്റൻ്റ് വൂ ഉണ്ടല്ലോ, അവർ പറയും, ദുവാൻഷുവിനെ തട്ടിക്കൊണ്ടുപോയല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിക്കുന്നു. ദുവാൻഷുവിൻ്റെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ വന്നിട്ട്, ഇതൊക്കെ നമ്മുടെ മാസ്റ്ററുടെ പ്ലാൻ തന്നെയാണ്, ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നോക്കാമെന്ന് അവൻ പറയും. ഈ സമയത്ത് ഇങ്ങനെ ലിയാങ്ങിൻ്റെ വശത്തിൽ വന്ന ആളുണ്ടല്ലോ, അയാളൊരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് ദുവാൻഷുവിൻ്റെ അടുത്തേക്ക് പോകും. അവിടേക്ക് ചെല്ലുമ്പോൾ ദുവാൻഷു ആണെങ്കിലോ, നീ ആ സീനിയർ 15 അല്ലേ എന്നവൻ ചോദിക്കും. നിനക്കെങ്ങനെയാണ് ഇതൊക്കെ അറിയുന്നതെന്ന് അയാൾ ഞെട്ടലോടെ ചോദിക്കും. ഓ, അതാണോ ഇപ്പോൾ വലിയ കാര്യം? ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിരുന്നു, പക്ഷേ ഞാനാണ് ഇപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ചത്. 15 ആണെന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഓരോരുത്തരായിട്ട് മാസ്ക് ഇട്ടിട്ടല്ലേ ജീവിക്കുന്നത്? ഇപ്പോൾ ലിയാങ്ങായി ജീവിക്കുന്ന പോലെ. എന്തെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് ജീവിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് പോലും നിങ്ങൾക്കറിയുമോ? അങ്ങനെയൊന്ന് ജീവിച്ചു നോക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചാൽ ഞാൻ എല്ലാ സത്യങ്ങളും പറയുമെന്ന് വിചാരിച്ചോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ, ഇവനെ എന്തായാലും സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകും. ആ സമയത്ത് തന്നെ സീമു വീണ്ടും അങ്ങോട്ട് വരും. കൊള്ളാമല്ലോ, നീ ഇതുവരെ പോയില്ലേ എന്ന് ദുവാൻഷ ചോദിക്കുന്നത്. എങ്ങനെ പോകാനാണ്? നീ എന്താ അവന് മാറ്റാൻ ശ്രമിക്കുകയാണോ? അതൊക്കെ വിട്, ഇനിയും സമയം പോയിട്ടില്ല. നിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പറയേ, ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് വീണ്ടും സീമു പറയുമ്പോൾ, ഇതൊക്കെ വെച്ചിട്ട് എന്നെ പൂട്ടാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ദുവാൻഷു ആ ചങ്ങലയൊക്കെ പൊട്ടിക്കും. ഓ, നിന്നെ ഇങ്ങനെ കെട്ടിയിടുന്നതിന് പകരം വല്ല മയക്കുമരുന്ന് നിന്ന് ബോധം കെടുത്തേണ്ടതായിരുന്നു എന്ന് സീമു പറയുമ്പോൾ, നീ എൻ്റെ ആളാണോ അതോ അവരുടെ ആളാണോ എന്ന് ദുവാൻഷു ചോദിക്കും. ശരി, നീ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നവൾ ചോദിക്കുമ്പോൾ, നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട് അവിടെ, നീ സിനിമ കാണുന്ന പോലെ അതിരുന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അവ അവിടെ നിന്ന് പോകും. അതേസമയം ആ മറ്റേ ടീമിൻ്റെ തലവനില്ലേ, അമോച്ചി, അവൻ എല്ലാവർക്കും വേണ്ടി പാർട്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും. നമുക്ക് മറ്റേ ടീമിൻ്റെ തലവനിപ്പോൾ നമ്മുടെ കയ്യിലാണുള്ളത്. അവനെ നാളെ തന്നെ അവൻ്റെ ടീമിലുള്ള എല്ലാവരെയും കൊന്നിട്ട് അവരുടെ തല കൊണ്ടുവന്ന് കൊടുക്കണം എന്ന് പറയും. എന്നിട്ട് അയാൾ അവിടെ നിന്ന് കൂടും. എല്ലാവരും ആണെങ്കിലോ കുടിച്ചിട്ട് ആഘോഷിക്കുന്ന സമയത്ത് ബോധമില്ലാണ്ടൊക്കെ ഇരിക്കും. ആ സമയത്ത് തന്നെ ദുവാൻഷു വന്നിട്ട് അതിലൊരാളെ കൊന്ന് അയാളുടെ ഡ്രസ്സൊക്കെ എടുത്തിടും. എന്നിട്ട് അവൻ അവിടെയുള്ള ആളുകളെയൊക്കെ മെല്ലെ മെല്ലാം തുടങ്ങും. നമ്മുടെ സ്ഥലത്തേക്ക് ആരോ വന്നിട്ടുണ്ട്, നമ്മുടെ ആളുകളെയൊക്കെ കൊല്ലുകയാണ് എന്ന് ആര് പറയുന്നു കേട്ടിട്ട് അവരെല്ലാവരും ദുവാൻഷുൻ നോക്കാൻ പോകും. പക്ഷെ അവനവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയം കൊണ്ട് തന്നെ അവനവിടെ കത്തിക്കും. അവരുടെ ടീമത്ത് ഒരാൾ വന്നിട്ട് ആ അമർച്ചിനോട്, നമ്മുടെ ഇവിടെ തീ വെച്ചു എന്ന് പറയുമ്പോൾ, ആരാടാ ഇതൊക്കെ ചെയ്യാനുള്ള ധൈര്യമുള്ളതെന്ന് പറയുന്ന സമയത്ത്, വേറെ ആരാ അതൊക്കെ ചെയ്യുക, ഞാനാണ് എന്ന് പറഞ്ഞ ദുവാൻഷ് നല്ല മാസമായിട്ട് അവരുടെ അടുത്തേക്ക് വന്നിട്ട് അയാളുടെ കഴുത്ത് വെട്ടി കൊല്ലും. അപ്പോഴേക്കും അയാളുടെ ആളുകൾ കുറേ പേര് അങ്ങോട്ട് വരും. അവരെ എല്ലാവരും ദുവാൻഷു കൊന്നതിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. അങ്ങനെ ദുവാൻഷു രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് ആ നമ്പർ 50 ഉണ്ടല്ലോ, അയാളും ദുവാൻഷുവിൻ്റെ പിന്നാലെ വരും. എന്നിട്ട് അവർ രണ്ടുപേരും തമ്മിൽ നല്ല യുദ്ധം നടക്കും. ഇനിയെങ്കിലും പറയടാ, നീ ആരാണെന്ന് അയാൾ ചോദിക്കുമ്പോൾ, ഞാൻ ആരാണെന്നോ? ആ പ്രൊവിഡൻസ് ഇല്ലേ, അതിൽ ഒരാളാണ് ഞാനും. അതിലുള്ള ആളുകൾക്ക് 100 പേരെയൊക്കെ ഈസിയായി കൊല്ലാൻ പറ്റുന്ന നിനക്കറിയില്ലേ? എന്തിന്, ഒരു രാജാവിനെ പോലും കൊല്ലാൻ പറ്റും. അതിലിപ്പോൾ ക്യാപ്റ്റനായിരിക്കുന്ന ഹാനില്ലേ, നമ്പർ 17, അവനല്ല യഥാർത്ഥ ആൾ, അത് ഞാനാണ്. യഥാർത്ഥ നമ്പർ 17 ഞാനാണ് എന്ന് ദുവാൻഷു പറഞ്ഞു. നമ്മൾ ഒരിക്കൽ മുമ്പ് കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ മെൻറ്റർ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് മുതലുള്ള എൻ്റെ ആഗ്രഹമാണ് നിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യണമെന്ന്. അതെന്തായാലും ഇപ്പോൾ നടന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി നല്ല യുദ്ധം ചെയ്യാൻ തുടങ്ങും. നീ നമ്മുടെ ക്യാപ്റ്റനെ ചതിച്ചതല്ലേടാ എന്ന് നമ്പർ 15 ചോദിക്കുമ്പോൾ, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, എനിക്ക് ആരെയും വിശ്വാസമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദുവാൻഷു വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് നമ്പർ 15 ദുവാൻഷുവിനെ കുത്തും. നിന്റെ കഥ തീർന്നടാ എന്നവൻ പറയുമ്പോൾ, അങ്ങനെ പറയാറായിട്ടില്ലല്ലോടാ എന്ന് പറഞ്ഞിട്ട് ദുവാൻഷു അയാളെ കൊന്നു കളയും. അപ്പോഴേക്കും ദുവാൻഷുവിൻ്റെ അവസ്ഥ നല്ല മോശമായിട്ടുണ്ടാവും.
ആ സമയത്താണ് സീനു അങ്ങോട്ട് വരിക. "ഓ, നീ ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടോ?" എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് വരും. "എൻ്റെ അവസാനത്തെ മിഷൻ എന്താണെന്നറിയുമോ? ഒരു ഫാമിലിയെ കൊല്ലുക. അങ്ങനെ ഞാൻ കൊല്ലാൻ പോയ സമയത്ത് ആ വണ്ടിയിൽ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. എനിക്കെന്തോ ആ കുട്ടിയെ കൊല്ലാൻ തോന്നിയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മാസ്റ്റർ എന്നോട് ദേഷ്യപ്പെട്ടു. ഞാനാണെങ്കിലോ അയാളെ അടിച്ചിട്ടിട്ട് അവിടെ നിന്ന് ഓടി വന്നു. ഇപ്പോൾ ഞാൻ ശരിക്കും ഫ്രീ ആണ്. ഈ വേരില്ലാത്ത ചെടികളൊക്കെ വെള്ളത്തിൽ വളരില്ലേ, അതേപോലെ ഞാനിപ്പോൾ ഫ്രീ ആയിട്ട് നടക്കുകയാണ്" എന്നൊക്കെ അവൻ പറയും. "നിനക്ക് നിന്റെ ക്യാപ്റ്റനെ വിളിക്കാമായിരുന്നില്ലേ?" എന്ന് സീമു ചോദിക്കുമ്പോൾ, "ഞാൻ വിളിച്ചിട്ടുണ്ട്, പക്ഷേ എന്നെ രക്ഷിക്കാനല്ല, ബാക്കി എതിരാളികളെ കൊല്ലാനാണ്" എന്ന് അവൻ പറയും. "നീ പറഞ്ഞതുപോലെ നമുക്ക് ആ ഡീലിനെക്കുറിച്ച് സംസാരിച്ചല്ലോ" എന്ന് ദുവാൻഷി ചോദിക്കുമ്പോൾ, "ശരിക്കുമാണോ?" എന്ന് സീമുവും ചോദിക്കും. "അതെ, നിനക്ക് ഞാൻ എൻ്റെ സെൻസൊക്കെ തന്നു കഴിഞ്ഞാൽ നിറങ്ങളും രുചികളും ഫീലിങ്സും ഒക്കെ അറിഞ്ഞിട്ട് നീ എനിക്കത് തിരിച്ചു തന്നില്ലെങ്കിലോ, നിനക്ക് തന്നെ അത് എപ്പോഴും വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പിന്നെ എന്തു ചെയ്യും? വെറും ഒരു ശവം പോലെ ആയിരിക്കും" എന്ന് ദുവാൻഷി പറയുമ്പോൾ, "നിന്റെ കൈ ഇങ്ങോട്ട് താ" എന്ന് സീമു പറയൂ. അങ്ങനെ രണ്ടുപേരും കൂടി ഡീല് വെച്ചതിന് ശേഷം ശക്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവനെ കൂട്ടി അവിടെ നിന്ന് പോകുന്ന സമയത്ത്, "ഇനിയെങ്കിലും നീ ശരിക്കും ആരാണെന്ന്" സീമു ചോദിക്കുമ്പോൾ, "ഞാൻ ആരാണെന്നല്ലേ നിനക്കറിയേണ്ടത്? ഞാൻ തന്നെയാണ് ശരിക്കുമുള്ള ദുവാൻഷു. പണ്ടൊരിക്കലുണ്ടല്ലോ എന്നെ കുറച്ച് ആളുകൾ തട്ടിക്കൊണ്ടുപോയിട്ട് അച്ഛനോട് എൻ്റെ പേരിൽ വിലപേശി. അച്ഛനാണെങ്കിലോ എന്നെ യഥാർത്ഥ മകനല്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു കുട്ടീനെ എൻ്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് അയക്കും. അവനാണ് ദുവാൻഷു എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞതും അവരെന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കും. ശരിക്കുമുള്ള ദുവാൻഷു ഞാൻ തന്നെയാണ്. അവനായിരുന്നു ഫേക്ക്. പക്ഷേ എത്ര ദിവസം കഴിഞ്ഞിട്ടും അച്ഛൻ എന്നെ അന്വേഷിച്ച് വന്നില്ല. ഞാൻ പിച്ച എടുത്തൊക്കെയാണ് പിന്നെ ജീവിച്ചത്. ആ സമയത്താണ് മാസ്റ്ററെ കണ്ടത്. അങ്ങനെയാണ് ഞാൻ അവരുടെ കൂട്ടത്തിൽ ചേർന്നത്. ഇനി നിന്റെ പേരെന്താണെന്ന് അവൻ ചോദിക്കുമ്പോൾ, എൻ്റെ പേരോ സീമു എന്ന് അവളും പറയൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദുവാൻഷുവിൻ്റെ ബോധം പോവും. സീമു ആണെങ്കിലോ അവനുടെ വടിയിൽ കയറ്റിയിട്ട് അവൻ അവിടെ നിന്ന് കൊണ്ടുപോകും. അവരുടെ സ്ഥലത്തെത്താറായതും അവനെ അവിടെ താഴെ ഇറക്കി വിടും. അവനാണെങ്കിൽ കുതിരയുടെ മേലേക്ക് കയറിയിട്ട് ആ മോർച്ചയുടെ തലയൊക്കെ എടുത്തിട്ട് വരും. അവനെ കണ്ടതും എല്ലാവരും "അയ്യോ, എന്തു പറ്റി എന്തു പറ്റി" എന്ന് ചോദിക്കുന്ന സമയത്ത്, "നമ്മുടെ എതിർ ടീമിൻ്റെ തലവനായ അമോർച്ചയെ ഞാൻ കൊന്നു, അവൻ്റെ തലയാണിത്" എന്നൊക്കെ അവൻ പറയുന്നത് കേട്ട് എല്ലാവരും "സേനാധിപതി വിജയിക്കട്ടെ, സേനാധിപതി വിജയിക്കട്ടെ" എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ പറയാൻ തുടങ്ങി. അതിനുശേഷം എല്ലാവരും കൂടി അവൻ ചുറ്റും കൂടിയിട്ട് "ഞങ്ങൾ മരുന്ന് വെച്ചിട്ടെന്ന് പറയുന്ന സമയത്ത്, "നിങ്ങളാരും ചെയ്യണ്ട, അവളെനിക്ക് ചെയ്തു തന്നാൽ മതി" എന്ന് ദുവാൻഷു പറയും. ഇമ്മൂനോട് പറയുന്ന കണ്ടിട്ട് ആ അസിസ്റ്റൻ്റ് പെണ്ണിനൊക്കെ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെടാത്ത പോലെ അവിടെ നിന്ന് പോവുകയും ചെയ്യും. സീമു ആണെങ്കിലോ മരുന്ന് വയ്ക്കുന്ന സമയത്ത്, "നിനക്ക് ഈ വേദന അറിയാത്തത് കൊണ്ടാണോ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അല്ലാതെ ആരെങ്കിലും ഇങ്ങനെ മരുന്ന് വെക്കുമോ?" എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ, "ഞാനെന്താ നിൻ്റെ വേലക്കാരിയാണോ? നീ എന്തിനാ എന്നോട് ആജ്ഞാപിക്കുന്നത്?" എന്ന് സീമു ചോദിക്കുമ്പോൾ, "ഏയ്, ഞാൻ ആജ്ഞാപിച്ചതൊന്നുമല്ല, ഞാൻ നിന്നോട് കെഞ്ചി പറയുകയല്ലേ ചെയ്തതെന്ന്" അവൻ പറയും. "നിന്റെ ശരീരത്തിലെ മുറിവൊന്നും ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ എന്നോട് ഇത് ചെയ്തുതരാൻ പറഞ്ഞത്" എന്ന് സീമു ചോദിക്കുമ്പോൾ അവൻ അതിന് ചിരിക്കും. അത് കഴിഞ്ഞിട്ട് ഷിയാനില്ലേ, അവൻ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ദുവാൻഷുവിന് ഒരു കത്ത് കിട്ടും. കൃത്യമായിട്ട് നമ്മൾ ജയിച്ചു നിൽക്കുന്ന സമയത്ത് തന്നെ അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്ന് വു പറയുന്നു. "അതിനിപ്പോൾ എന്താ, നമ്മുടെ ആളുകൾ തന്നെയല്ലേ അവിടെയുള്ളത്, അവർക്ക് വേണ്ടി നല്ലത് ചെയ്യേണ്ടത് നമ്മൾ തന്നെയല്ലേ" എന്ന് ദുവാൻഷു പറയും. ആ സമയത്തായിരിക്കും ലിങ്ക് അങ്ങോട്ട് വരിക. അവൻ വന്നിട്ട്, "എന്നോട് നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ" എന്ന് ദുവാൻഷു പറയുമ്പോൾ, "ഞാനിവിടെ ഇവരെയൊക്കെ സഹായിക്കാൻ വന്ന ഒരു സേനാധിപൻ മാത്രമാണ്. എൻ്റെ പേര് ലിങ്ക്. എനിക്ക് അത് മാത്രം മതി. ഇനി വേറെ ഒന്നും അറിയണ്ട" എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുക. ദുവാൻഷുവും അത് കേട്ട് ചിരിക്കുക. ഒക്കെ കഴിഞ്ഞിട്ട് ദുവാൻഷുവിനെ റൂമിലേക്ക് പോകുന്ന സമയത്ത് സീമ അവിടെ തന്നെ ഉണ്ടാവും. ലിങ്ക് എന്നോട് കുറേ കാര്യങ്ങൾ ചോദിക്കും. അവന് അതിനുള്ള ഉത്തരങ്ങളൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ കുറേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. "ഇതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ" എന്ന് ദുവാൻഷു പറയുമ്പോൾ, "നീയും ലിങ്കും തമ്മിൽ അതിനെന്താ ബന്ധം" എന്ന് അവൾ ചോദിക്കും. "ലിങ്കും ഞാനും ഒരേ സ്ഥലത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. ആ മാസ്റ്റർ തന്നെയാണ് ഞങ്ങളെ രണ്ടാളെയും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അവസാനത്തെ യുദ്ധം പോലും അവനുമായിട്ടായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ അവനെ കൊല്ലണം. ആരെങ്കിലും ഒരാൾക്ക് കളിയിൽ ജയിക്കാൻ പറ്റൂ. അവൻ അന്നും ഇതേപോലെ ഒരു പാവായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ കൊല്ലാൻ തോന്നിയിട്ടില്ല. അവൻ മരിച്ചു എന്ന് വരുത്തിത്തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മന്ത്രമൊക്കെ ഉപയോഗിച്ച് അവൻ്റെ അതേപോലെ ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ടു. എന്നിട്ട് അവൻ്റെ ഓർമ്മയൊക്കെ പോകാനുള്ള മരുന്ന് കൊടുത്തു.
അങ്ങനെയാണ് ഞാൻ അവനെ അവിടെ നിന്ന് രക്ഷിച്ചത് എന്നൊക്കെ ധ്രുവാൻഷു പറയും. ഇതൊക്കെ നീ എന്ത് ധൈര്യത്തിലാ എന്നോട് പറയുന്നത് എന്ന് സീമ ചോദിക്കുമ്പോൾ, നീയല്ലേ എന്നെ കൈപിടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നത്, അപ്പോൾ എന്തായാലും നീ എന്നെ ഒറ്റില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് ധ്രുവാൻഷുവും പറയും. എന്നെക്കുറിച്ച് ചിലതൊക്കെ ശരിക്കും അറിയേണ്ടത് എന്ന് പറഞ്ഞ ധ്രുവാൻഷു അവൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. ശരിക്കും ഒരു ബ്ലാക്ക് ടീമിൻ്റെ മാസ്റ്റർ ആയിരുന്നു. ആദ്യമൊക്കെ എനിക്ക് അവിടെ നല്ല സന്തോഷമായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് അവിടെയുള്ളവർക്കൊക്കെ ജീവിക്കണമെങ്കിൽ അവർ പറയുന്നവരൊക്കെ കൊല്ലണമെന്ന്. അവരൊക്കെ തീരെ മനസാക്ഷിയില്ലാത്തവരാണ്. നമ്മൾ അവിടെ ജീവിച്ചു പോവുകയാണെങ്കിൽ അവർ പറയുന്നതിനനുസരിച്ച് എല്ലാവരെയും കൊല്ലണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആദ്യം അവർ കൊല്ലുന്നത് നമ്മളെ ആയിരിക്കും. അങ്ങനെ മാസ്റ്റർക്ക് വരുന്ന ജോലികളൊക്കെ നമ്മൾ ചെയ്യണം. ശരിക്കും അയാൾക്ക് വേണ്ടി കൊല്ലാൻ നടക്കുന്ന കൂലിത്തല്ലുകാരെ പോലെ ആയിരുന്നു ഞങ്ങൾ. അങ്ങനെ ഒരിക്കൽ ഒരു കുടുംബത്തെ കൊല്ലാൻ പോയപ്പോൾ അയാൾ, ഇന്ന് നല്ല ക്ലൈമറ്റാണ്, എന്നെ വേഗം കൊന്നോളൂ എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് നിന്നു. അതിനുശേഷമാണ് നമ്മൾ കൊല്ലുന്നവരും മനുഷ്യരാണല്ലോ, അവർക്കും ഇതുപോലെ വേദനയൊക്കെ ഉണ്ടാകുമല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. കുട്ടികളായിരിക്കുമ്പോൾ അവർ പറയുന്നതൊക്കെ കേൾക്കാൻ നമുക്ക് കഴിയും. പക്ഷേ വലുതായി കഴിയുമ്പോഴാണ് നമ്മൾ ചെയ്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നീ മോൺസ്റ്ററിൽ നിന്ന് മനുഷ്യനായി മാറി എന്നാണോ പറയുന്നത് എന്ന് സീമ ചോദിക്കുമ്പോൾ, ഞാൻ ഇപ്പോഴും നോർമലായിട്ടില്ല, എനിക്ക് കുറച്ചൊക്കെ മാറ്റമുണ്ട് എന്നവൻ പറയും. നിനക്ക് എന്താ തോന്നുന്നത് അതേപോലെ നീ ചെയ്താൽ മതി. ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാവർക്കും നല്ലത് ചെയ്താൽ മതി. നീ നോർമലായൊരു മനുഷ്യനായി മാറുമെന്ന് സീമു അവനോട് പറയും. ഈ സമയത്തായിരിക്കും ഷിയാനില്ലേ അവ അങ്ങോട്ട് വരിക. എന്നിട്ട് ധ്രുവാൻഷു നേരത്തെ കൊണ്ടുവന്ന് വെച്ചാൽ ആ നെല്ലും സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് അവൻ കൊണ്ടുവന്ന പോലെ നാട്ടുകാർക്കൊക്കെ എടുത്ത് കൊടുക്കാൻ തോന്നും. എന്തോ അവൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പോലെയൊക്കെ. ആ ചെറിയ കുട്ടിക്കൊന്നും ഇത് കണ്ടിട്ട് തീരെ ഇഷ്ടമാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ധ്രുവാൻഷും ഷിയാനും കണ്ടു. അത് കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാവുക. പുതിയൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടാകും. ധ്രുവാൻഷുവിന് അവിടെയുള്ള അധികാരമൊക്കെ കുറച്ചിട്ട് ഷിയാന് ആ അധികാരമൊക്കെ കൊടുക്കും. അത് കേട്ട് അവൻ്റെ കൂടെയുള്ളവർക്കൊക്കെ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ധ്രുവാൻഷു ആണെങ്കിലോ മനസ്സിൽ ദേഷ്യം ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കാതെ കൂളായിട്ടാണ് നിൽക്കും. മാർഷൽ ഇങ്ങോട്ട് വരുന്നത് കൊണ്ടല്ലേ നീ അധികാരം മുഴുവൻ ഏറ്റെടുത്തത്, ഞങ്ങളെ ഡമ്മിയാക്കി വെച്ചിട്ട് നീ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും യുദ്ധം വന്നാൽ ഞങ്ങളാരും നിന്നെ സഹായിക്കില്ല എന്ന് ധ്രുവാൻഷു അവനോട് പറയും. കുഴപ്പമില്ല, ഞാനത് നോക്കിക്കോളാം എന്ന് ഷിയാനും പറയും. അത് കേട്ട ധ്രുവാൻഷു ദേഷ്യത്തോടെ അവിടെ നിന്ന് പുറത്തേക്ക് വരും. മാസ്റ്റർ എന്തിനാണ് അതൊക്കെ സമ്മതിച്ച്, അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് അസിസ്റ്റൻ്റൊക്കെ പറയുമ്പോൾ, നമുക്കതിനി എന്ത് ചെയ്യാൻ പറ്റും, അവനോട് യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, എന്തായാലും നോക്കാം എന്നൊക്കെ പറഞ്ഞ് ധ്രുവാൻഷു അവിടെ നിന്ന് പോകും. ഇതേ സമയം വീണ്ടും ഷിയാൻ അങ്ങനെ അരിയും സാധനങ്ങളൊക്കെ കൊടുക്കുകയായിരിക്കും. അപ്പോൾ ആ ചെറിയ കുട്ടിയാണെങ്കിലോ, ഇയാളെ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല, പക്ഷേ എന്നാലും ഫുഡ് കഴിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ചിട്ട് വേഗം സീമുവിൻ്റെ അടുത്തേക്ക് വരും. ആ സമയത്താണ് അവർ റൂമിൽ നിന്ന് ഒരു പെണ്ണ് പുറത്തേക്ക് പോകുന്നുണ്ടാവുക. ആ പെണ്ണിനെ കാണുമ്പോൾ സീമുവിനെ പോലെ തന്നെ ഉണ്ടാവും, അവളുടെ ഡ്രസ്സും അതൊക്കെ അതേപോലെ. ഈ ചേച്ചി ഇത്ര പെട്ടെന്ന് പുറത്തേക്ക് പോയോ എന്ന് പറഞ്ഞിട്ട് അവനുള്ളിൽ പോയി നോക്കുമ്പോഴോ സീമു ആണെങ്കിൽ ധ്രുവാൻഷോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ സമയത്ത് ധ്രുവാൻഷു, ഞങ്ങൾ എന്തായാലും രാത്രി ഒരു വിരുന്നുണ്ടാക്കിയിട്ടുണ്ട്, നീയും ചേച്ചിയോടൊപ്പം വരണമെന്നൊക്കെ അവനോട് പറയും. ഞാൻ വരാമെന്ന് ആ ചെറിയ കുട്ടി പറയുമ്പോൾ സീമു പറയും, ഇവരെ നിന്നെപ്പോലെ വലിയൊരു സേനാധിപനാവാനാണ് ആഗ്രഹം, നീയും വേണമെങ്കിൽ ഇവൻ്റെ കൂടെ പോയിക്കോ, എന്നാൽ പിന്നെ നിനക്ക് സേനാധിപതിയാകാൻ ഇപ്പോൾ തന്നെ പഠിക്കാമല്ലോ എന്ന് സീമു പറയുമ്പോൾ, അപ്പോൾ ഞാൻ അങ്ങനെ പോവുകയാണെങ്കിൽ ചേച്ചിയെ വിട്ടു പോകേണ്ടി വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്തായാലും നീ എന്നെ വിട്ടു പോകേണ്ടതല്ലേ, അപ്പോൾ പിന്നെ ഇപ്പോൾ പോകുന്നതല്ലേ നല്ലത്, അങ്ങനെയായ നിനക്കൊരു പ്രാക്ടീസും ആവുമെന്ന് സീമു ചോദിക്കുമ്പോൾ, ചേച്ചിക്ക് എന്നോട് ഒരു ഇഷ്ടവുമില്ല, എനിക്കാണെങ്കിൽ സ്വന്തമായിട്ട് പറയാൻ ഒരു ഫാമിലി പോലും ഇല്ല, എന്നിട്ടും എന്നോട് പോയിക്കോളാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വിഷമത്തോടെ നടന്നോടിപ്പോൾ. നീ എന്തിനാ സീമു ആ ചെറിയ കുട്ടിയോട് ഇങ്ങനെ സംസാരിക്കുന്നത്, കുറച്ചുകൂടി സോഫ്റ്റായിട്ട് സംസാരിച്ചൂടെ എന്ന് ധ്രുവാൻഷു ചോദിക്കുമ്പോൾ, ഞാൻ അതിന് സത്യം തന്നെയാണ് പറഞ്ഞത്, ആർക്കും ആരുടെ കൂടെയും എപ്പോഴും ഉണ്ടാകാൻ പറ്റില്ല, നിൻ്റെ ലൈഫ് ചെറുതായതുകൊണ്ടാണ് നിനക്കിതൊന്നും അറിയാത്തത്, പക്ഷേ എൻ്റെ ലൈഫ് അങ്ങനെയല്ല, ഞാൻ അവൻ്റെ അച്ഛന് വാക്ക് കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവനെ സഹായിക്കുന്നത്, അവൻ നല്ലൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അവനെ വിട്ടുപോകും, അതേപോലെ തന്നെ നിന്നെ ഇപ്പോൾ ഞാൻ സഹായിക്കുന്നത് കൊണ്ടാണ് നിൻ്റെ ഒപ്പം നിൽക്കുന്നത്, അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകും എന്ന് പറഞ്ഞ് സീമു അങ്ങോട്ട് പോകും. അത് കേട്ട് ധ്രുവാൻഷും ചെറിയൊരു വിഷമമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ രാത്രി അവിടെ വിരുന്നൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാവരും കുടിച്ച് നല്ല ഫുഡൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് സീമും ചെറിയ കുട്ടിയൊക്കെ വേറെ കുറച്ച് മാറി ഇരുന്നിട്ട് തന്നെ കഴിക്കുന്നുണ്ടാവും കേട്ടോ. സീമുനാണെങ്കിൽ അവിടെ ഇരുന്ന് ആകെ ബോറടിക്കാനും തുടങ്ങി. കുറേ നേരമൊക്കെ ധ്രുവാൻഷിനെ നോക്കിയിരുന്നിട്ട് അവൾ അവിടെ നിന്ന് പോവുക. ആ സമയത്ത് ആ ചെറിയ കുട്ടി ഉണ്ടല്ലോ, ചേച്ചി എന്താ എപ്പോഴും ഈ ഫുഡ് കഴിക്കാത്തേ എന്നൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിക്കും.
ഈ സമയത്ത് ദുവാൻഷുവിൻ്റെ 2 അസിസ്റ്റൻസ് ഉണ്ടല്ലോ, അവരൊന്ന് പുറത്തിരിക്കും കേട്ടോ. അസിസ്റ്റൻ്റ് പയ്യനാണെങ്കിലോ, എനിക്ക് നിന്നോടൊരു കാര്യമൊക്കെ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടേന് വരുന്ന സമയത്ത്, നിനക്ക് ഇനിയും കുടിക്കണം എന്നാണോ? എന്നാൽ നമുക്ക് ഒരു കപ്പ് കൂടി കുടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവളൊരു കപ്പും കൂടി അവിടെ കുടിക്കും. അതോടെ ഉള്ള ഫ്യൂസും കൂടി പോയിട്ട് ബോധം പൊങ്ങിയിടും. ആ സമയത്തായിരിക്കും ദുവാൻഷു ഇങ്ങനെ സീമോനെ നോക്കുന്നത്. അവളെ എവിടെയെങ്കിലും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് വരും. സീമു ആണെങ്കിലോ ആ സമയത്ത് ഇങ്ങനെ ഒരു മരച്ചോട്ടിലിരിക്കുന്നുണ്ടാവും. നീ എന്താ ഇങ്ങോട്ട് വന്നത് എന്ന് അവൾ ചോദിക്കുമ്പോൾ, ഓ കുറേ നേരം ഇരുന്നത് കൊണ്ടാണ് എന്നറിയില്ല, എൻ്റെ മുറിയിൽ സ്റ്റിച്ചൊക്കെ പോയി തോന്നുന്നു, നീ ഒന്ന് ശരിയാക്കിത്താ എന്നവൻ പറയും. നിനക്കാണെങ്കിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ അതൊക്കെ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. നീ എൻ്റെ ഈ തൊട്ടു നോക്കാനുള്ള സെൻസ് ഒന്ന് എടുക്ക്, അങ്ങനെയാണെങ്കിൽ എനിക്ക് വേദനയൊന്നും അറിയണ്ടല്ലോ എന്നവൻ പറയുമ്പോൾ, നീ വിചാരിക്കുന്ന പോലെ അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നവൾ പറയും. സീമു, നീ അതൊന്ന് ചെയ്യ് പ്ലീസ്, എനിക്ക് നല്ല വേദനയുണ്ട്, പിന്നെ എനിക്ക് നിന്നെ വിട്ടുപോകാനേ തോന്നുന്നില്ല എന്നൊക്കെ അവൻ പറയുമ്പോൾ, ഞാനും ഒന്നുമില്ലെങ്കിലും നിന്നേക്കാൾ 400 വയസ്സിൻ്റെ മൊത്തമല്ലേ, നീ എന്നൊക്കെ പറയാൻ തുടങ്ങിയോ? ആദ്യമൊക്കെ നല്ല മര്യാദയോടെയാണല്ലോ സംസാരിച്ചിരുന്നത് എന്ന് സീമു പറയുമ്പോൾ, സീമു നീ ആ സെൻസ് ഒന്ന് എടുക്കടി, എനിക്ക് നല്ല വേദനയുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ഓരോ സെൻസ് നിനക്ക് തരുന്ന സമയത്ത് ഞാൻ നിന്നോട് നല്ല മര്യാദയോടെ സംസാരിക്കാം, അതേപോലെ തന്നെ നീ നിന്നെക്കുറിച്ച കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരണം, ഞാൻ വേണമെങ്കിൽ നിന്റെ ജീവനൊക്കെ രക്ഷിക്കാം, അല്ലാതെ എന്നെക്കുറിച്ച് അറിഞ്ഞിട്ട് നിനക്ക് എന്താ കാര്യമെന്ന് സീമു തിരിച്ചു ചോദിക്കും. എനിക്കറിയണം, എനിക്ക് നിന്നെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും അറിയണം, അപ്പം നമുക്ക് തുടങ്ങിയാലോ എന്ന് അവ പറയും. അവരങ്ങനെ ഈ തൊട്ടറിയുന്ന ഫീലിംഗ് ഉണ്ടല്ലോ അതെടുക്കും. ദുവാൻഷു ആണെങ്കിലോ വല്ല മാജിക്കൊക്കെ നടക്കണ പോലെ അതിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അത് കഴിയുമ്പോൾ തന്നെ സീമു അവളുടെ കൈയൊക്കെ നോക്കിയിട്ട്, ഇങ്ങനെയാണോ നമുക്ക് ഫീലിംഗ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് അവളെ കൈയൊക്കെ തൊട്ട് നോക്കുന്നുണ്ട്. വേഗം തന്നെ ദുവാൻഷുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ മുഖമൊക്കെ അങ്ങനെ തൊട്ട് നോക്കും. എന്നിട്ട് മൂക്കിനോട് വന്നിട്ട് ശ്വാസമൊക്കെ വരുന്നത് ഇങ്ങനെയാണോ, സ്കിൻ ഇങ്ങനെയാണോ, ഹൃദയമിടിപ്പ് ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോന്നോരോ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ദുവാൻഷുവിനാണെങ്കിലോ ഇപ്പോൾ ഒന്നും അറിയാൻ പറ്റുന്നില്ല, അവൻ്റെ ഫീലിങ്ങിൻ്റെ സെൻസൊക്കെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. സീമു ആണെങ്കിൽ അവളുടെ കൈ കാണിച്ചു കൊടുത്തിട്ട്, എൻ്റെ കയ്യിൽ കടിക്ക്, എനിക്ക് കടിക്കുന്ന ഫീലിങ്ങൊക്കെ അറിയണമെന്ന് പറയും. ദുവാൻഷു അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കയ്യിൽ കടിക്കാതെ അവളെ പിടിച്ചിട്ട് അവളെ കഴുത്തിൽ കടിക്കും. രണ്ടുപേരും കുറച്ച് ഇമോഷണലൊക്കെ ആവുന്നുണ്ട് ആ സമയത്തിന്. ഇങ്ങനെയൊക്കെയാണോ കടിക്കുന്ന ഫീലിംഗ് ഉണ്ടാവുക എന്ന് സീമു ചോദിക്കുമ്പോൾ, നീ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് 400 വർഷം ജീവിച്ചിട്ടും നീ ഇതുവരെ മനുഷ്യനായി ജീവിച്ചിട്ടില്ലേ, അപ്പോൾ നിനക്ക് ഇതൊന്നും അറിയില്ലേ എന്ന് ദുവാൻഷു പറയുമ്പോൾ, സീമു ആണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് അവനെ അടിക്കാൻ നിൽക്കും. അപ്പം നോക്കുമ്പോഴാണ് അവൾക്ക് പവർ വരില്ല, അവളുടെ കയ്യിൽ സെൻസുള്ള സമയത്തൊന്നും പവർ ഉണ്ടാവില്ല എന്ന് അപ്പോഴാണ് മനസ്സിലായത്. അത് ദുവാൻഷുവിന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവൻ വേഗം അവളെ അതിക്ക് ചായച്ച് കിടത്തിയിട്ട്, നിനക്കിപ്പോൾ എൻ്റെ അത്ര പോലും ശക്തിയില്ലേ, 10 ദിവസമൊക്കെ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടാൻ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇക്കിളിയാക്കാൻ തുടങ്ങും. അവളാണെങ്കിലോ ഇതെന്താ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, ഇതിനെയാണ് ടിക്കിലാക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും ചെയ്യാൻ തുടങ്ങും. എൻ്റെ ബോഡി ഭയങ്കര സെൻസിറ്റീവാണ് സീമു, നീ പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അവളെ ഇക്കിളിയാക്കും. ആ സമയത്തായിരിക്കും ദുവാൻഷുവിൻ്റെ വയറ്റിൽ നിന്ന് പിന്നെയും ചോര വരിക. പക്ഷെ അവനാണെങ്കിൽ വേദന ഒന്നും അറിയില്ല. സീമു ഇത് ശരിക്കും അടിപൊളിയാട്ടോ, എനിക്ക് ഒരു വേദനയും അറിയുന്നില്ല, നീ ഈ ലൈഫാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, എനിക്ക് ഇങ്ങനത്തെ ഒരു ജീവിതം ജീവിക്കാനാണ് ഇപ്പോൾ തോന്നുന്നത് എന്നവൻ പറയുമ്പോൾ, നീ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് ഇനിയാണ് കെയർഫുള്ളായിട്ട് ജീവിക്കേണ്ടത്, കുറച്ചുകൂടി ജാഗ്രതയായിട്ട് ഇരിക്കണം എന്നൊക്കെ അവൾ പറയും. ഇതോടുകൂടിയാണ് ഈ പാട്ട് തീരുന്നത്. അപ്പോൾ അടുത്ത പാട്ടിനായി എല്ലാവരും വെയിറ്റ് ചെയ്യണേ. സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും വീഡിയോ കാണുന്നത്, സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. നെക്സ്റ്റ് ഇനി ഏത് ഡ്രാമ വേണം എന്നുകൂടി കമൻറ്റ് ചെയ്യണേ.